സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി ജനവിധി തേടുന്ന സഖാവ് വി വസീഫിനെ ചുറ്റിക അരിവാൾ നക്ഷത്ര മലയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തിൽ ഒരു MP ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് സമയത്തോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് ശേഷമോ നമ്മൾ ആ MP-യെ ഇതുവരെ കാണാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കേവലം ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോയാൽ എന്തെങ്കിലും ഒരു ഫണ്ട് ഒരു വാർഡിൽ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ, ഒരു നിയോജക മണ്ഡലത്തിലെങ്കിലും നൽകുക എന്നത് MP-യുടെ ഉത്തരവാദിത്തമാണ്. അത് ഒരു MP-യും അവനവന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു നൽകേണ്ടതില്ല. പക്ഷേ ഇന്ന് വരെ MP-യുടെ ഒരു ഫണ്ട് പോലും ഈ നൂഞ്ഞല്ലൂരിന്റെ മണ്ണിൽ ചെലവഴിച്ചതായിട്ട് ഞങ്ങൾക്കറിയില്ല. അത് മാത്രവുമല്ല, കഴിഞ്ഞ 3 വർഷക്കാലം ഈ വാർഡ് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, CPM ആണ്. ഇതിനിടയിൽ ഒരു MLA ഫണ്ട് പോലും ഈ വാർഡിൽ മുസ്ലിം ലീഗുകാരനോ ഇവിടുത്തെ കോൺഗ്രസ്സുകാരനോ കൊണ്ടുവന്നതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ നാടിന്റെ വികസനമല്ല, അവനവന്റെ രാഷ്ട്രീയമാണ് വലുത് എന്നുള്ളത് ഇവിടുത്തെ പൊതുജനങ്ങൾക്കൊക്കെ തിരിച്ചറിവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വീടുകളിലൊക്കെ കയറിയപ്പോ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. രാഷ്ട്രീയം പറയേണ്ടടുത്ത് രാഷ്ട്രീയം പറയാതെ മതം പറയുന്ന ഒരു പ്രവണതയാണ് പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന കുടുംബയോഗങ്ങളിൽ വളരെ മോശമായ കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ അതിനൊന്നും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളെപ്പോലെയല്ല ഞങ്ങള് രാഷ്ട്രീയമായി തന്നെ പറയും. മതവും രാഷ്ട്രീയവും രണ്ടും രണ്ടാണ്. മതവും തീനുമാണ് നിങ്ങൾക്ക് രാഷ്ട്രീയം. പൂള വെച്ച് ഇറച്ചി വരട്ടി ഒക്കെയാണ് നിങ്ങളുടെ രാഷ്ട്രീയം. ഈ ഇറച്ചി ഇന്ന് വരട്ടാൻ സാധിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ മാത്രമാണ് എന്നുള്ളത് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരനും മുസ്ലിം ലീഗുകാരന്റെ കുടുംബങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. തൊട്ടടുത്ത സംസ്ഥാനത്തൊന്നും ഇറച്ചി വെക്കാൻ പോലും അധികാരമില്ല. കാരണം കേരളം ഭരിക്കുന്നത് സഖാവ് പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ ഉള്ളിടത്തോളം കാലം ഈ കേരളത്തിൽ ഇറച്ചി വെക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വർഗീയതയെ പാലൂട്ടി വളർത്തുന്ന നിങ്ങൾ എങ്ങനെ വോട്ട് ചോദിക്കുന്നത് എന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു. വീടുകളിൽ വന്നിട്ട് ഡമ്മി ബാലറ്റ് കാണിച്ചു കൊടുത്തിട്ട് വി വസീഫിന്റെ ചിഹ്നത്തിൽ കുത്തിയാൽ BJP-ക്കാണ് വോട്ട് പോവുക എന്നുള്ളതാണ് വീട് വീടാന്തരം കയറി ഇറങ്ങി പറയുന്നത്. എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞു നടക്കുന്നത്? റമദാൻ മാസം 30 നോമ്പ് നോറ്റിപ്പം കഴിഞ്ഞിട്ടുള്ളൂ. അത് 6 നോമ്പ് നോക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ കള്ളത്താടി വെച്ച് നടക്കുന്ന ആളുകളുണ്ട്, കള്ളത്തൊപ്പി വെച്ച് നടക്കുന്ന ആളുകളുണ്ട്. അൻവർ അന്നെ ഉദ്ദേശിച്ചിട്ടല്ല, ഇവിടുത്തെ ആളുകൾ ഉദ്ദേശിച്ചില്ല. കള്ളത്താടിയും കള്ളത്തൊപ്പിയും വെച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരൊക്കെ സത്യം പറയേണ്ടടുത്ത് മാറി നിന്ന് അസത്യം പറയുന്നു. എന്തിനാണ് അതിന്റെ ആവശ്യം എന്നുള്ളതാണ് ഈ പ്രദേശത്തുകാരോട് ഞങ്ങൾ ചോദിക്കാനുള്ളത്. പാവപ്പെട്ട പർദ്ദയിട്ട സ്ത്രീകളുടെ വീടുകളിൽ പോയിട്ട് അവളെ പിടിച്ചിറക്കി കൊണ്ടുവന്നിട്ട് നുണ പറഞ്ഞ് അത് ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്ന പോലെ കുത്തിവെച്ച് തിരിച്ചു വീടുകളിൽ കയറ്റുന്ന സ്വഭാവം. എന്തിനു വേണ്ടിയാണ് വോട്ട്? അതാണ് ചിന്തിക്കേണ്ടത്. ഒരിക്കലും പരലോകത്തിന് വേണ്ടി നമ്മൾ ആരും വോട്ട് ചോദിക്കുന്നില്ല. സിറാത്ത് പാലം കടക്കാൻ നിങ്ങളെ സഹായിക്കാമെന്നോ, അതുമല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള പാത ഞങ്ങൾ പണിതു തരാമെന്നോ ഒന്നും നിങ്ങളോട് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ പറയുന്നത്, ഈ ഇന്ത്യ മഹാരാജ്യം നിലനിൽക്കണമെങ്കിൽ, RSSനെ പ്രതിരോധിക്കണമെങ്കിൽ, സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ നെഞ്ചു വിരിച്ചുകൊണ്ട് ചങ്കുറപ്പോടെ പ്രതിരോധിക്കണമെങ്കിൽ ഇവിടെ ഇടതുപക്ഷം വന്നേ തീരൂ. അത് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഒരിക്കലും മതം പറയുന്നില്ല, ഞങ്ങൾ ഒരിക്കലും ദീന് പറയുന്നില്ല. ഞങ്ങൾ ഒരു പള്ളി കമ്മിറ്റിയുടെയും ആളുകളല്ല, ഞങ്ങൾ ഒരു മദ്രസ കമ്മിറ്റിയുടെയും ആളുകളല്ല. ഞങ്ങൾ നിലപാട് പറയുന്നു. ആ നിലപാട് കേട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റിക അരിവാൾ നക്ഷത്ര മലയാളത്തിൽ വോട്ട് ചെയ്യാം.
ഇവിടുത്തെ കുടുംബയോഗത്തിൽ നീറാട് ഡിവിഷൻ കൗൺസിലർ, എന്റെ സുഹൃത്താണ്, എന്റെ അടുത്ത സുഹൃത്താണ്. അവരുടെ ഒരു പ്രസംഗം, എനിക്കൊരു വീഡിയോ കിട്ടി. അവര് പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് പെൻഷൻ കൊടുക്കാത്ത ഈ സർക്കാരിന് നിങ്ങൾ എന്തിനു വോട്ട് ചെയ്യണമെന്ന്. 18 മാസക്കാലം ഉമ്മൻചാണ്ടി സർക്കാർ കൊടുക്കാത്ത പെൻഷൻ അതിന്റെ കുടിശ്ശിക അടക്കി കൊടുത്തുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. അതിനുശേഷം കഴിഞ്ഞ 6 മാസത്തെ പെൻഷൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത്തരം മ്ലേച്ഛമായ അഭിപ്രായങ്ങൾ. അത് മാത്രമല്ല, അവരോട് എനിക്ക് പറയാനുള്ളത് 500 വിധവകൾ, കൊണ്ടോട്ടി മുനിസിപ്പൽ പരിധിയിലുള്ള 500 വിധവകൾക്ക് അവര് പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിൽ ഹാജരാക്കിയിട്ടും വാർഡ് കൗൺസിലർമാരുടെയും പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സന്റെയും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ കാരണം 500 വിധവകൾക്കാണ് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിൽ ഇവിടെ വന്ന് പ്രസംഗിച്ച ഡിവിഷൻ കൗൺസിലറുടെ വാർഡിലടക്കമുള്ളവർക്ക് പെൻഷൻ മുടങ്ങിയിട്ടുള്ളത്. ഇവരാണോ ഇവിടെ വന്നിട്ട് പെൻഷന്റെ കാര്യം പറയുന്നത്? അതുപോലെ തന്നെ മറ്റൊരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ, അവരുടെ പ്രസംഗം കേട്ടു, എനിക്ക് 2 മാസമായിട്ട് പെൻഷൻ കിട്ടിയില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെയും പെൻഷൻ ഇതുവരെ ഈ സർക്കാർ തടഞ്ഞു വെച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഇത്തരം കള്ളപ്രചരണങ്ങൾ പറയുന്നത്? കഴിഞ്ഞ മാസം കിട്ടിയതിനേക്കാൾ കൂടുതൽ പെൻഷനാണ് ഈ മാസം കിട്ടിയത്. 2% DA അടക്കി കിട്ടിയില്ല. അതൊക്കെ ഇവിടുത്തെ ആളുകളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ രാഷ്ട്രീയം പറയേണ്ടടുത്ത് രാഷ്ട്രീയം പറയണം. നിങ്ങൾ BJPയും തമ്മിൽ എന്താ വ്യത്യാസം? ഒന്ന് ഹിന്ദുത്വ വർഗീയതയാണെങ്കിൽ മറ്റൊന്ന് മുസ്ലിം വർഗീയതയാണ്. ഹിന്ദുത്വ വർഗീയതയും മുസ്ലിം വർഗീയതയും പാലൂട്ടി വളർത്തുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊന്നും അധിക കാലം നിലനിൽക്കില്ല എന്നുള്ളതാണ്. സത്യം തിരിച്ചറിഞ്ഞ് സത്യത്തിന്റെ പാതയിൽ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി വി വസീഫിന് രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി എന്റെ ശബ്ദം ശ്രവിച്ച എല്ലാ പ്രദേശവാസികളെയും ഹൃദയത്തോട് ചേർത്ത് അഭിനന്ദിച്ചുകൊണ്ട് പാർലമെന്റിൽ ഇടിമുഴക്കമുള്ള ശബ്ദമായി വി വസീഫ് വരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അതിന് കരുത്തേകാൻ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ ഞങ്ങൾക്ക് നൽകണം. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്താൻ ഇപ്പൊ കഴിയുന്നത് ഈ നൂഞ്ഞല്ലൂരും ഈ ഉൾഗ്രാമങ്ങളിൽ മാത്രമാണ്. അങ്ങാടികളിലൊന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്താൻ പോലും സ്വാതന്ത്ര്യമില്ലാതെയാണ് നിൽക്കുന്നത്. ഈ നൂഞ്ഞല്ലൂരും ഈ പൂങ്ങോട്ടും മാത്രമാണ് ഇപ്പൊ കൊടിയുള്ളത്. വേറെ എവിടെയെങ്കിലും കൊടി കണ്ടാൽ എന്താണ് പാട്ട്? നെഞ്ചിനുള്ളിൽ ലീഗാണ്, നെഞ്ചിനുള്ളിൽ ലീഗാണ്, കണ്ണ് തുറന്നാൽ കൊടിയാണ്, കൊടിയെടുത്താൽ അടിയാണ് ഫാത്തിമ. അതാണ് ഇപ്പൊ ലീഗിന്റെ അവസ്ഥ. കൊടി അരയിൽ എന്നല്ലാതെ കൊടി പുറത്തെടുത്ത അപ്പ കിട്ടും അടി. ഞങ്ങളല്ലോ, കോൺഗ്രസ്സുകാരാ നിങ്ങൾ അടിക്കുന്നത്. ആ കോൺഗ്രസിന്റെ ഒപ്പാണ് നിങ്ങൾ വാലാട്ടി പക്ഷികളെ പോലെ അധികാരത്തിന്റെ അപ്പ കഷ്ണം നുണയാൻ വേണ്ടി നിങ്ങൾ നടക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇതൊന്നും ഇവിടുത്തെ ഒരു വീട്ടമ്മക്കും അറിയില്ല. നിങ്ങൾക്കൊക്കെ അവിടെ കൊണ്ടുവന്നിട്ട് ഈ കുടുംബയോഗത്തിൽ കൊണ്ടുവന്നിട്ട് കുറെ ഇഞ്ചക്ഷൻ കുത്തി 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 കയറ്റി ഇനി കോഴി കാണുമ്പോ കുത്തി, അത്ര മാത്രമുള്ളൂ. നിങ്ങൾ രാഷ്ട്രീയം പഠിക്ക്, ചിന്തിക്ക്. ഇവിടെ വന്നിട്ട് CPM-കാരൻ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, അതിൽ വല്ല വാസ്തവമുണ്ടോ എന്നുള്ളത് നിങ്ങൾ അവരോടൊന്ന് ചോദിക്ക്. നിങ്ങളെ വീട്ടിൽ വരുന്ന നിങ്ങളെ ഭർത്താക്കന്മാരോട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലീഗ് പറഞ്ഞു തന്ന ഈ ലീഗിന്റെ ആളുകളോട് ചോദിക്ക്. ഇങ്ങനെ വല്ല വാസ്തവവും ഈ പറഞ്ഞതില് നമ്മളെ കൊടി ഉയർത്താൻ പറ്റൂലേ? നമ്മളെ കൊടി ഉയർത്തുമ്പോ പ്രശ്നമുണ്ടോ? എന്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ ഭർത്താക്കന്മാരോടൊന്ന് ചോദിച്ചു നോക്ക്. എവിടെയും പറ്റൂല. അരീകോട് കിട്ടി, പോതിരെ കിട്ടി, കണ്ണൂര് കിട്ടി, വണ്ടൂര് കിട്ടി, ഇനിയിപ്പോ കിട്ടാനുള്ള കൊണ്ടോട്ടിയ. അതിപ്പോ കൊടി നാളെ മറ്റന്നാൾ എടുക്കുമ്പോ അപ്പോഴും കിട്ടും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കിട്ടും. എന്തായാലും കോൺഗ്രസുകാരുടെ അടി കിട്ടാൻ, തല്ല് പേറാൻ മാത്രമാണ് നിങ്ങളുടെ നിയോഗം. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്ക്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട് എന്ന്. നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾ ആലോചിക്ക്. എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ വി വസീഫിന് നൽകുക. ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ലാൽസലാം.